പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ 4ാമത്തെ ഭൂവിഭാഗമായിട്ടുള്ള തീരസമതലങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉത്തര മഹാസമതലം, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി എന്നീ 3 ഭൂവിഭാഗങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീരസമതലങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ തീരസമതലങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലവും മറ്റൊന്ന് കിഴക്കൻ തീരസമതലവുമാണ്. നമ്മുടെ തീരസമതലത്തിന് ഏകദേശം 6100 കിലോമീറ്ററാണ് നീളം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഇതാണ് നമ്മുടെ തീരപ്രദേശം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് നമ്മുടെ തീരപ്രദേശം നീളുന്നത്. 6100 കിലോമീറ്ററാണ് നീളം. അപ്പോൾ ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലവും മറ്റൊന്ന് കിഴക്കൻ തീരസമതലവുമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ക്വസ്റ്റ്യനായിട്ട് വരാം, പ്രസ്താവനാപരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരാം. ഇതേ പോയിന്റ് അതേപോലെ ചോദിച്ച് ശരിയായവ ഏത് തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്ത്യയുടെ തെക്ക് കിഴക്കായിട്ട് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അതേസമയം പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ, കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീരസമതലവുമാണ്. താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീരസമതലം. അതേസമയം കിഴക്കൻ തീരസമതലം വീതി താരതമ്യേന കൂടുതലാണ്. അപ്പോൾ വീതി കുറവ് പടിഞ്ഞാറും കിഴക്ക് വീതി കൂടുതലുമാണ്. നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. അപ്പോൾ മലബാർ തീരസമതലമൊക്കെ കേരളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ 3ആയിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ തരംതിരിച്ചിട്ടുള്ളത്. ഇനി കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് കോറമണ്ടൽ തീരസമതലം, മറ്റൊന്ന് വടക്കൻ സിർക്കാർസ് തീരസമതലം. അപ്പോൾ കോറമണ്ടൽ തീരസമതലവും വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത് കിഴക്കൻ തീരസമതലത്തെയാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലങ്ങളിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. അപ്പോൾ ഡെൽറ്റ രൂപീകരണം കിഴക്കൻ തീരസമതലത്തിലും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലങ്ങളിലുമാണ്. അപ്പോൾ എവിടെ മുതൽ എവിടം വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം? റാൻ ഓഫ് കച്ച് മുതൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. അതേസമയം കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. വീതി താരതമ്യേന കൂടുതൽ കിഴക്കും കുറവ് പടിഞ്ഞാറുമാണ്. 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത് പടിഞ്ഞാറൻ തീരസമതലത്തെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത് കിഴക്കൻ തീരസമതലത്തെയാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തും ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലങ്ങളിലുമാണ്. ഇനി അവിടുത്തെ മണ്ണ്. തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമാണുള്ളത്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾക്ക് ഈ മണ്ണ് വളരെ അനുയോജ്യമാണ്. അപ്പോൾ എക്കൽ മണ്ണ് തീരസമതലങ്ങളിലുടനീളം കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനം തന്നെയാണ്. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. നെല്ലും തെങ്ങുമാണ് പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകൾ. കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കാവേരിയും കൃഷ്ണയും ഗോദാവരിയും മഹാനദിയും ഉപദ്വീപീയ നദികളാണ്. ഇവയുടെ നദീതടങ്ങളിൽ, അതായത് കിഴക്കൻ തീരസമതലത്തിലെ ഇവയുടെ നദീതടങ്ങളിൽ വ്യാപകമായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നെല്ല്, തെങ്ങാണ് കാർഷിക വിളകൾ. പ്രധാനപ്പെട്ട തൊഴിൽ മത്സ്യബന്ധനമാണ്. അപ്പോൾ നമ്മൾ തീരസമതലങ്ങളെ പറ്റി പഠിച്ചു. ഇനി ദ്വീപുകളെ പറ്റി നോക്കാം. അപ്പോൾ 2 ദ്വീപുകളാണ് നമുക്കറിയാവുന്നത്. ഒന്ന് ലക്ഷദ്വീപും മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണ്. അപ്പോൾ ഈ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ അവിടെ 36 ദ്വീപുകളാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ 11 മാത്രമേ ജനവാസമുള്ളൂ. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. അപ്പോൾ കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ടോട്ടൽ 36 ദ്വീപുകളാണുള്ളത്. ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പവിഴപ്പുറ്റുകളും മണൽത്തീരങ്ങളും ലഗൂണുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. കൃഷി നാമമാത്രമാണ് ഇവിടെ. പ്രധാനപ്പെട്ട ജനജീവിതം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും വിനോദസഞ്ചാരവുമാണ്. മറ്റൊരു ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് ഈ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളിലും ജനവാസമില്ല. മിക്കവയും നിബിഡമായിട്ടുള്ള വനങ്ങളാണ്.
ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ എന്ന് പറയുന്നത് ഈ ദ്വീപസമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയറും ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 2 ദ്വീപുകളാണുള്ളത്, ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും. ലക്ഷദ്വീപിൽ ടോട്ടൽ 36 ദ്വീപുകളും ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളാണ് അടങ്ങുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രദേശങ്ങളിലും ലക്ഷദ്വീപിലാണെങ്കിൽ 11 ദ്വീപുകളിലെ ജനവാസമുള്ളൂ. ഇവിടെയാണെങ്കിൽ കൂടുതൽ ദ്വീപുകളിലും ജനവാസമില്ല, മിക്കവയും നിബിഡ വനങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയോടുകൂടി SCERT 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ള 4 ഭൂവിഭാഗങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വീഡിയോകളിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത് SCERTയിൽ പറഞ്ഞിട്ടുള്ള ഭൂവിഭാഗങ്ങളുടെ സവിശേഷതകളെ പറ്റിയിട്ടാണ്. ഇതേ ചോദ്യങ്ങൾ പ്രസ്താവന ചോദ്യങ്ങളാണെങ്കിൽ തന്നെ ഈ ടെക്സ്റ്റിൽ നിന്ന് അതേപോലെ കോപ്പി ചെയ്ത് ചോദിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ കാലാവസ്ഥയെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.